ഹലോ ഗെയ്സ്, നമുക്കിന്ന് ഷോപ്പിങ്ങിന് പോയാലോ? ചെന്നൈയിൽ ജോബ് കിട്ടിയപ്പോൾ എല്ലാ ടീഷർട്ടും വാരിയെടുത്ത് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ജോയിൻ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഫ്രൈഡേ മാത്രമാണ് നമുക്ക് കാഷ്വൽ ഡ്രസ്സ് അലൗഡ് ഉള്ളത്. പിന്നെ 4 ഡേയ്സ് നമുക്ക് ഫോർമൽ ഡ്രസ്സാണ്. അപ്പോൾ ഒന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഞാനും നീതും ഋത്വിയും കണ്ണേട്ടനും കൂടിയാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. കണ്ണേട്ടൻ്റെ കാറ് സർവീസിന് കൊടുത്തുകൊണ്ട് നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തിരുന്നു. പിന്നെ ഈ കാണിക്കുന്ന കോവിൽ ഇവിടുത്തെ ഫ്ലാറ്റിലെ ചെറിയൊരു കോവിലാണ്. രാവിലെയും വൈകിട്ടും ചെറിയ രീതിയിൽ പൂജയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. കുറച്ച് ടൈം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഓട്ടോ വന്നിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത് വെസ്റ്റ് താമ്പരത്തിലെ ജയചന്ദ്ര സിൽസിക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടേക്ക് പോണത്. പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് ഡിഫറൻസ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ വാൾസിലെല്ലാം ബേഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഇമേജസ് കൂടുതലായി കാണാറുണ്ട്. പിന്നെ ബ്രിഡ്ജിൻ്റെ പില്ലറിലെല്ലാം ഒരു സ്റ്റോറി വായിച്ച എഫക്റ്റിലും പിക്ചേഴ്സ് കാണാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പൂക്കൾക്ക് നല്ല ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് വഴിയോരങ്ങളിലും മാർക്കറ്റിലെല്ലാം കൂടുതലായിട്ട് പൂക്കച്ചവടക്കാരെ കാണാൻ കഴിയായിരുന്നു. ഇവിടെ അതുപോലെ തന്നെയാണ്, നിറയെ പൂക്കച്ചവടക്കാരായിരുന്നു. പിന്നെ പൂക്കൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അവർ നമ്മളിവിടെ ഷോപ്പിൻ്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്ത് തന്നു. പിന്നെ ആടി മൺത്ത് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. എക്സ്പെക്റ്റേഷനും തെറ്റിയില്ല ഗൈസ്, അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി സെക്കൻഡ് ഫ്ലോറിലേക്കായിരുന്നു കേട്ടോ. അവിടെയാണ് ലേഡീസുകളുടെ കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോഴും ഡ്രസ്സ് ട്രയൽ നോക്കിയതിന് ശേഷം മാത്രമേ എടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഡ്രസ്സൊന്നും ഞാൻ ഇടത്തില്ല. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ എല്ലാ ഡ്രസ്സും എനിക്ക് ഓക്കെ തോന്നി. പിന്നെ കുറഞ്ഞ റേറ്റിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ കിട്ടുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ പോയി നേരെ 3rd ഫ്ലോറിലേക്കായിരുന്നു. അവിടെയായിരുന്നു ഋത്വിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും. പക്ഷേ അവന് അതിനേക്കാളും ഇമ്പോർട്ടൻസ് ടോയ്സിനോടായിരുന്നു. അത് കിട്ടിയപ്പോൾ പിന്നെ ആൾക്ക് അവിടെ നിൽക്കണമെന്നും ഉണ്ടായിരുന്നില്ല. ഡ്രസ്സ് വേണ്ട മേമ പോവുക എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. പിന്നെ നീതും കണ്ണേട്ടനും കൂടി കൗണ്ടറിൽ പോയിട്ട് ബില്ലാക്കുകയായിരുന്നു. പിന്നെ ടോയ്സൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആടിമൺത്തായതുകൊണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് അവിടെയുള്ളൊരു ഫാൻസിയുടെ മുന്നിലേക്കായിരുന്നു. പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഗൈസ്, നല്ല വെയിൽ കാരണം നല്ല വെയിലായിരുന്നു. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതിന് ഫാൻസിത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ എടുക്കാൻ പറ്റില്ല. കുറച്ച് ഹെയർ ക്രൈബും കാര്യങ്ങളും മാത്രമേ വാങ്ങിയിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ എൻ്റെയും കണ്ണേടൻ്റെയും ഫോണിൻ്റെ സ്ക്രീൻ ചേഞ്ച് ചെയ്യാനായിരുന്നു. അപ്പോൾ കണ്ണേടൻ്റെ സ്ക്രീൻ കാർഡ് ചേഞ്ച് ചെയ്യാൻ അത്യാവശ്യം ടൈം എടുത്തു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ കുട്ടിക്ക് ഐസ്ക്രീം വേണം പറഞ്ഞ് നല്ല വാശിയായിരുന്നു. അപ്പോൾ ജയചന്ദ്രയിൽ മാത്രമേ ഐസ്ക്രീം കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നല്ല ക്യൂ ആയിരുന്നു. വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ഋത്തിയും ആ മാർക്കറ്റ് നിറയെ തിരഞ്ഞു കേസ്. എവിടെയും നമുക്ക് ഐസ്ക്രീം കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ ജയചന്ദ്ര സെക്ഷനിൽ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോസും ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.